ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റോറി തുടങ്ങാം കേട്ടോ. കലിപ്പൻ്റെ കാന്താരി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. രാവിലെ 8 മണി. സിറ്റി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഒരു ജീപ്പ് വന്നു നിന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയത് IPS ഋഷി വർമ്മ. 6 അടി ഉയരം, കൂർമ്മമായ നോട്ടം, മുഖത്ത് ഒരു പുഞ്ചിരി പോലുമില്ല. ഗുഡ് മോർണിംഗ് സാർ എന്ന് എല്ലാവരും ഒരുമിച്ച് സല്യൂട്ട് ചെയ്തു. ഋഷി തലയാട്ടി നേരെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ഇന്ന് മുതൽ ഈ സ്റ്റേഷനിൽ നിയമം മാത്രം സംസാരിക്കും. തെറ്റ് ചെയ്യുന്നവൻ ആരായാലും രക്ഷയില്ല. ഋഷിയുടെ ശബ്ദം സ്റ്റേഷൻ മുഴുവൻ മുഴുങ്ങി. അവിടെ നിന്നിരുന്ന കോൺസ്റ്റബിൾ അഖിൽ മനസ്സിൽ പറഞ്ഞു, ഇനി ഈ സ്റ്റേഷനിൽ ചിരിക്കാനും അനുവാദം ചോദിക്കേണ്ടി വരുമോ? അതേസമയം മറ്റൊരു ഭാഗത്ത് അനന്യ സ്കൂട്ടിയിൽ ഓഫീസിലേക്ക് പോകുകയായിരുന്നു. വഴിയിൽ ഒരു വയോധികൻ റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവൾ സ്കൂട്ടി നിർത്തി അദ്ദേഹത്തെ സുരക്ഷിതമായി കടത്തിവിട്ടു. അതേസമയം ഒരു കള്ളൻ ഒരു സ്ത്രീയുടെ ബാഗ് തട്ടിപ്പറിച്ച് ഓടി. ഏയ് നിൽക്ക് എന്ന് വിളിച്ചുകൊണ്ട് അനന്യ സ്കൂട്ടിയുമായി കള്ളൻ്റെ പിന്നാലെ പാഞ്ഞു. ഇത് കണ്ട നാട്ടുകാർ അതിശയിച്ചു. കള്ളനെ പിന്തുടരുന്നതിനിടയിൽ അവൾ നേരെ ഒരു പോലീസ് ജീപ്പിൻ്റെ മുന്നിലേക്ക് ബ്രേക്ക് അടിച്ചു. ജീപ്പിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി IPS ഋഷി വർമ്മ. അവർ കർക്കശമായി ചോദിച്ചു, ലൈസൻസ് ഉണ്ടോ? ഇങ്ങനെ റോഡിലൂടെ പാഞ്ഞോടുന്നത് ആരാണ് പഠിപ്പിച്ചത്? അനന്യ ഒട്ടും പേടിക്കാതെ മറുപടി പറഞ്ഞു, സാർ ആദ്യം കള്ളനെ പിടിക്കൂ, എന്നെ ചോദ്യം ചെയ്യാൻ സമയം പിന്നീട് കിട്ടും. ഋഷി ഒരു നിമിഷം അവളെ നോക്കി നിന്നു. ഇത്ര ധൈര്യമായി തൻ്റെ മുന്നിൽ സംസാരിച്ച ആദ്യ പെൺകുട്ടിയായിരുന്നു അവൾ. അപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു. ഋഷിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. അനന്യ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കലിപ്പ് കുറച്ചാൽ കള്ളനെയും പിടിക്കാമായിരുന്നു സാർ. അത് കേട്ട ഋഷിയുടെ കണ്ണുകൾ അവളിലേക്ക് തിരിഞ്ഞു. ഇവളെ ഞാൻ വീണ്ടും കാണും. ഋഷിയുടെ കണ്ണുകൾ ദേഷ്യത്തോടെ അനന്യയിലേക്ക് തിരിഞ്ഞു. ഇത്ര വലിയ പോലീസ് ഓപ്പറേഷൻ നശിപ്പിച്ചിട്ട് ചിരിക്കുകയാണോ? അനന്യ കൈകൾ കെട്ടി നിന്നു. ഓപ്പറേഷൻ ഞാൻ നശിപ്പിച്ചതല്ല സാർ. കള്ളൻ രക്ഷപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാർ ചിരിയടക്കാൻ പാടുപെട്ടു. ഋഷി അവരെ ഒന്ന് നോക്കിയതോടെ എല്ലാവരും നിശബ്ദമായി. നിങ്ങളുടെ ലൈസൻസും വാഹനത്തിൻ്റെ രേഖകളും കാണിക്കൂ. അനന്യ എല്ലാം കൊടുത്തു. എല്ലാ രേഖകളും കൃത്യമായിരുന്നു. ഋഷിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല. പക്ഷേ അവൻ്റെ കലിപ്പ് മാറിയില്ല. ഇനി മുതൽ പോലീസ് ജോലിയിൽ ഇടപെടരുത്. അനന്യ പുഞ്ചിരിച്ചു. പോലീസ് ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇടപെടില്ല സാർ. പക്ഷേ ആരെങ്കിലും അപകടത്തിലാണെങ്കിൽ ഞാൻ തീർച്ചയായും സഹായിക്കും. ആ മറുപടി ഋഷിയെ കൂടുതൽ അസ്വസ്ഥനാക്കി. അവൾ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോൾ അഖിൽ ഓടി വന്ന് പറഞ്ഞു, സാർ ആ കള്ളനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഋഷി ഉടൻ ജീപ്പിൽ കയറി. പോകുന്നതിന് മുമ്പ് അവൻ അനന്യയെ നോക്കി. ഇനി നമ്മുടെ വഴികൾ കൂട്ടിമുട്ടരുത്. അനന്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ തീരുമാനിക്കുന്ന കാര്യമല്ല സാർ, വിധി തീരുമാനിക്കുന്ന കാര്യമാണ്. വൈകുന്നേരം ഒരു കഫേയിൽ സുഹൃത്തായ മീനയോടൊപ്പം ഇരിക്കുകയായിരുന്നു അനന്യ. അപ്പോൾ TV-യിൽ ഒരു വാർത്ത. IPS ഋഷി വർമ്മയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാസംഘത്തെ അറസ്റ്റ് ചെയ്തു. മീന ആവേശത്തോട് പറഞ്ഞു, അയ്യോ ഇയാളാണോ നീ രാവിലെ വഴക്കിട്ട പോലീസ് ഓഫീസർ? അനന്യ ചൂണ്ടു കൂർപ്പിച്ചു. പോലീസ് ഓഫീസർ നല്ല ആളായിരിക്കാം, പക്ഷേ കലിപ്പ് കുറച്ച് കൂടുതലാണ്. അതേസമയം കഫേയുടെ പുറത്തേക്ക് ഒരു കറുത്ത കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് രാവിലെ രക്ഷപ്പെട്ട അതേ കള്ളൻ. പക്ഷേ ഇത്തവണ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. അവൻ്റെ കൂടെ 4 ഗുണ്ടകളും ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ നേരെ അനന്യയിലേക്കായിരുന്നു. തുടരും. അപ്പോൾ അടുത്ത പാർട്ടിയിൽ ഇപ്പം എന്താണ് ട്വിസ്റ്റ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.